സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര വിശപ്പാട്ടോ. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദിലുമോള് പറഞ്ഞത് അട ഉണ്ടാക്കി തായ അമ്മ പറഞ്ഞത്. അപ്പോൾ ഈ മഴയത്ത് അട ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പം നമുക്ക് ആദ്യം കുറച്ച് മാവൊക്കെ എടുത്തിട്ട് കുഴയ്ക്കാം. അതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സും റെഡി ആക്കിയിട്ട് വെക്കണം. പിന്നെ ഇല പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പോയി നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഞാനിതാ മാവ് കുഴച്ചെടുത്തത് അതിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ പറയുക. അപ്പോൾ ഞാനത് ശർക്കരയും തേങ്ങയും കൂട്ടിയുള്ള മിക്സും അതിലേക്ക് വെച്ചിട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ സെറ്റാക്കി വെച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് അടുപ്പിൽ ഇഡ്ലി ചെമ്പ് വെച്ചിരിക്കുകയാണ് കേട്ടോ, വെള്ളം വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മൾ ആവി കയറ്റി എടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനിതാ പുറത്തെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ നല്ല രസമല്ലേ കാണാനും. ഈ ഇലയുടെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ ഫീലും കൂടിയാണ് കേട്ടോ. ആർക്കും ഇലയുടെ അല്ല ഇഷ്ടമില്ലാത്തത്, ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാനിതാ മക്കൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ആവി കയറ്റി അങ്ങനെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് അടച്ചു വെക്കുകയാണ്. അപ്പം ഇനി ഇതൊന്ന് കുറച്ച് നേരത്തിന് വേവട്ടെ കേട്ടോ. അതുവരെ നമുക്കിങ്ങനെ വിശ്രമിക്കാം. അപ്പോൾ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കേട്ടോ. ഹൈവ അത് തുറന്നപ്പോഴേക്കും അതിൻ്റെ ആവി മുഖത്തേക്ക് അടിച്ചിട്ടോ. എന്തായാലും രസം. ഇനി ഇത് ചൂട് കൊടുക്കണം കഴിക്കാം, ചങ്ങനും കഴിക്കാം, അല്ലെങ്കിൽ ചൂടാറിയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കൂടിയിട്ട് പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പിന്നെ ദിൽമോള് അമ്മ ആയോ ആയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദിൽമോൾക്ക് ഞാനിതാ ആയി പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ദിൽമോള് വേഗം ചൂടാണോ തണുപ്പാണോ ഒന്നും നോക്കിയില്ല. അവൾ വേഗം ഓടി വന്നിട്ട് അമ്മയ്ക്ക് ഇപ്പം കഴിക്കണം പറഞ്ഞിട്ട് അവൾ ഇടുക്കാനുള്ള പരവേശമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് കൈ പൊള്ളിപ്പോവുക. ഞാൻ പറഞ്ഞു ഞാൻ ചായ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോഴേക്കും ദിച്ചുമോള് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ദിലുമോൾ ഒന്ന് വേഗം ചായ വെക്കാൻ അമ്മ പറഞ്ഞിട്ട്. അപ്പോൾ ദിച്ചുമോൾ മണൊക്കെ കേട്ടിട്ടാ തോന്നുന്നത് അമ്മ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയിട്ടോ. ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ പോയിട്ടോ. എന്നിട്ട് ചായയൊക്കെ വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്നിരുന്നു. പിന്നെ അമ്മയും വന്നിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു ചായയൊക്കെ. പിന്നെ ഏട്ടനും പണി വായിച്ച് വന്നിട്ട് ഏട്ടനും ചായ കൊടുക്കുക കേട്ടോ, കുട്ടികളെ കൊടുത്തിട്ട്. അപ്പം ഞങ്ങളിത് സന്തോഷത്തോടു കൂടി ഇലയുടെയും ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട്. എന്നിട്ട്